നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. വിനയം കൊണ്ടാണ് ഒരാൾ ഐശ്വര്യത്തിനും അധികാരത്തിനും അറിവിനുമൊക്കെ പാത്രമാകുന്നത്. വിനയാത് യാതി പാത്രതാം എന്നാണ് പറയുന്നത്. പാത്രമായാലേ, അർഹത നേടിയാലേ നമുക്ക് അഭീഷ്ടങ്ങൾ കരഗതമാകൂ. ഗുരുവിനോടും സജ്ജനങ്ങളോടും ആദരഭാവമില്ലാത്തയാൾ അഹങ്കാരിയാണ്. അത്തരക്കാരെ പ്രകൃതി ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല. ഈശ്വരീയ നിയമം അനുസരിച്ച് നേട്ടങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് താഴ്മയുള്ളിടത്താണ്. ഔന്നത്യങ്ങളിൽ എത്തിച്ചേരാനും എത്തിച്ചേർന്നാൽ അവിടെ തുടർന്നു നിൽക്കാനും ഗുരുവിനോടുള്ള വിനീത ഭക്തി അനിവാര്യമാണ്. അതറിഞ്ഞതുകൊണ്ടാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത്, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണമെന്ന്. പ്രസന്നതയും ഉദാരതയും വംശാഭിമാനവും മധുരഭാഷണവും നീതിനിഷ്ഠയും ഒക്കെ നമുക്ക് ആത്മവിശ്വാസം പകർന്ന് നമ്മെ വിജയപഥത്തിൽ മുന്നോട്ട് നയിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അങ്ങനെ ചെന്നു 10,000 വിധാതാവിനെ കണ്ടതില്ലല്ലോ. അന്നു ദശാനനൻ തൻ്റെ തലകളിൽ ഒന്നറുത്തഗ്നിയിലാഹുതിയാക്കിനാൻ. 1000 പാർത്തിടിനാനിങ്ങനെ നായകനായ ധാതാവിനെ കാണാഞ്ഞു. വന്നീലാഹുതി ചെയ്താനൊരു തല പിന്നെയും 1000 പാർത്തിടിനാൻ. 9,000 തല 9 ഹോമിച്ചു പാർത്താൻ ദശാനനൻ. 19,000 ചെന്നള ഉത്തമാംഗം പിന്നെയൊന്നുള്ളതും അവൻ ഖണ്ഡിപ്പതിന്നു വാളോങ്ങിയ നേരം ആഖണ്ഡലാദ്യന്മാരുമായി അബ്ജസംഭവൻ. സംഭ്രമത്തോടും ദശാനനൻ തന്നുടെ മുമ്പിൽ ആമാറെഴുന്നള്ളി അരുൾ ചെയ്തു. വീരാ മതിമതി സാഹസമിങ്ങനെ പോരും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നാൻ ദശമുഖൻ തന്നുടെ വാഞ്ചിതം. രാമ 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 രാമ
രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം രാമചന്ദ്ര പാഹി മാം രാമ രാമ പാഹി മാം. അടുത്തതായി രാമായണ ദർശനം. രാവണന്റെയും സഹോദരങ്ങളുടെയും തപസ് 10,000 ആണ്ട് കഴിഞ്ഞു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. നിരാശനായ രാവണൻ ഒരു തല അറുത്തു. പിന്നെയും ഓരോ 1000 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ബ്രഹ്മദേവന്റെ ദർശനം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഓരോ തല അറുത്തു മാറ്റി. 10ാമത്തെ തല അറുക്കുന്നതിന് മുൻപ് പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് ഇഷ്ടവരങ്ങൾ ചോദിക്കാൻ രാവണനോട് പറയുന്നു. ഈ കഥാസന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. രാവണനും കുംഭകർണനും വിഭീഷണനും ഘോരമായ തപസ്സിലേർപ്പെട്ടിരിക്കുകയാണ്. അതികഠോരമായ തപസ് 10,000 ആണ്ട് അവർ തുടർന്നു. അങ്ങനെ ചെന്നു 10,000 ആണ്ടുമിങ്ങു വിധാതാവിനെ കണ്ടതില്ലല്ലോ. അന്നു ദശാനനൻ തൻ്റെ തലകളിലൊന്നറുത്തഗ്നിയിലാഹുതിയാക്കിനാൻ. 1000 ആണ്ടു പാർത്തിയിടിനാനിങ്ങനെ നായകനായ ധാതാവിനെ കാണാഞ്ഞു. വന്നിയിൽ ആഹൂതി ചെയ്താനൊരു തല പിന്നെയും 1000 ആണ്ടു പാർത്തിയിടിനാൻ. 9,000 ആണ്ടിലവൻ തല 9ഉം ഹോമിച്ചു പാർത്താൻ ദശാനനൻ. പുരാണങ്ങളിലോ അതുപോലെ ഇതിഹാസത്തിലെ കഥകളിൽ, ഇതിഹാസത്തിൻ്റെ മുഖ്യ തന്തു കഥയല്ല, എന്നാൽ ഇതിഹാസത്തിൽ അനേകം കഥകളുണ്ട്. അത്തരം കഥകളിലും പുരാണ കഥകളിലുമൊക്കെ അതിശയോക്തി, ന്യൂനോക്തി തുടങ്ങിയ ഭാഷകൾ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ കൽപ്പകാലം തപസ്സിരുന്നു, അല്ലെങ്കിൽ 1,00,000 വർഷം തപസ്സിരുന്നു, ഒരു 10,000 വർഷം തപസ്സിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കാണും. ഏതായാലും ഇവിടെ 10,000 കൊല്ലം അവർ തപസ്സിരുന്നു. എന്നാൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായില്ല. അങ്ങനെ രാവണൻ തൻ്റെ തലകളിലൊന്ന് അറുത്ത് അഗ്നിയിൽ ആഹുതിയാക്കി. വീണ്ടും 1000 വർഷം കാത്തിരുന്നു. ബ്രഹ്മദർശനമില്ലാത്തതിനാൽ വീണ്ടും ഒരു ശിരസ്സറുത്ത് അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെ വീണ്ടും 9,000 വർഷം, ആ കാലയളവിൽ 9 ശിരസ്സുകൾ രാവണൻ അഗ്നിയിൽ ഹോമിക്കുകയാണ്. 19,000 ആണ്ടു ചെന്നളവുത്തമാങ്കം പിന്നെയൊന്നുള്ളതും അവൻ ഖണ്ഡിപ്പതിന്നു വാളോങ്ങിയ നേരമാ ഖണ്ഡലാദ്യന്മാരുമായി അബ്ജസംഭവൻ സംഭ്രമത്തോടു ദശാനനൻ തന്നെ മുമ്പിലമ്മാർ എഴുന്നള്ളി അരുൾ ചെയ്തു. അങ്ങനെ 19,000 വർഷം ആയപ്പോൾ തൻ്റെ ഒടുവിലത്തെ ശിരസ്സും വെട്ടാനായിക്കൊണ്ട് രാവണൻ ഒരുങ്ങുകയാണ്. അങ്ങനെ വാളോങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ ദേവഗണങ്ങളോടുകൂടി ബ്രഹ്മാവ് അവിടെ വളരെ വേഗതയിൽ ദശാനനൻ്റെ മുന്നിലെത്തി ഇപ്രകാരം പറഞ്ഞു. ഇവിടെ വാൽമീകീയ രാമായണത്തിൽ ഓരോ 1000 വർഷവും കഴിയുമ്പോൾ ഓരോ ശിരസ് അറുത്ത് ഹോമിച്ചതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 10,000-ാമത്തെ വർഷമാണ് 10ാമത്തെ ശിരസ് ഹോമിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. ഇവിടെ 19,000 വർഷം എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ സമയത്ത് ബ്രഹ്മാവ് പറയുകയാണ്, വീര മതി സാഹസമിങ്ങനെ പോരുമഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നന്തശമുഖൻ തന്നെ വാഞ്ചിതം. ഹേ വീര, മതി, സാഹസം മതി, പോരും. ഈ സാഹസം കാണിക്കരുത്. അതുകൊണ്ട് അഭിമതം എന്താണെങ്കിൽ ചൊല്ലൂ. അഭിമതം ആഗ്രഹിക്കുന്നത് ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്തു. അങ്ങനെ അരുൾ ചെയ്ത ബ്രഹ്മാവിനെ നമസ്കരിച്ച് രാവണൻ തൻ്റെ വാഞ്ചിതം പറയുകയാണ്.
ദേവഗന്ധർവാസുരോരഗദ്യന്മാരിലേവരാലും ഞാൻ അവധ്യനായിടണം എന്നു വേണ്ട. നരന്മാരാൽ ഒഴിഞ്ഞെനിക്ക് അന്യരാൽ മൃത്യു വരാതെ ഇരിക്കണം. എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്ന് വരം കൊടുപ്പാൻ തുടങ്ങും വിധൗ നന്നായി തൊഴുതപേക്ഷിച്ചിതു ദേവകൾ. രാവണൻ വരം ചോദിക്കുകയാണ്. ദേവന്മാരാലും ഗന്ധർവന്മാരാലും അസുരന്മാരാലും ഉരകങ്ങളാലും ഇങ്ങനെ ആരാലും തന്നെ ഞാൻ കൊല്ലപ്പെടരുത് എന്ന് വേണ്ട. മനുഷ്യന്മാരൊഴിച്ച് ആർക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത്. ഇവിടെ വാൽമീകീയ രാമായണത്തിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടെ വരം ചോദിച്ചുകൊള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ രാവണൻ പറയുന്നത് എല്ലാ ജന്തുക്കൾക്കും മരണഭയമാണ്, അതുകൊണ്ട് ഒരിക്കലും മരിക്കാത്ത അവസ്ഥ എനിക്കുണ്ടാവണം, മരണമില്ലാത്ത അവസ്ഥയുണ്ടാവണം. ബ്രഹ്മാവ് പറഞ്ഞു അത് വരം തരാൻ പറ്റില്ല, കാരണം നിനക്കും ലോകത്തിലുള്ളവർക്കും മാത്രമല്ല എനിക്ക് പോലും മരണമുണ്ട്, ബ്രഹ്മാവിന് പോലും മരണമുണ്ട്. അതുകൊണ്ട് മരണമില്ലാത്ത അവസ്ഥ വരം തരാൻ കഴിയില്ല, മറ്റൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്രകാരം മനുഷ്യരൊഴിച്ച് മറ്റാർക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത്, മനുഷ്യരെന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്, അതുകൊണ്ട് മറ്റാർക്കും എന്നെ കൊല്ലാൻ കഴിയരുത് എന്ന് വരം ചോദിച്ചു. ബ്രഹ്മാവ് അത് കൊടുത്തു. എന്നല്ല, ബ്രഹ്മാവ് അധിക വരങ്ങളും കൊടുത്തു. ഒന്നാമതായി ഹോമിച്ച 10 തലകളും 9 തലകളും നിനക്ക് തിരിച്ചു ലഭിക്കട്ടെ, നീ ദശമുഖൻ തന്നെ ആവട്ടെ എന്ന്. രണ്ടാമത് വരം കൊടുത്തത് ആഗ്രഹിക്കുന്ന പോലെ സ്ഥൂല ശരീരത്തിൻ്റെ രൂപം മാറാനുള്ള ശേഷി. അപ്പോൾ 1 തലയുള്ള ആളോ ആവാനും കഴിയും, 10 തലയോടൊത്തവനാവാനും കഴിയും, അങ്ങനെ ഇഷ്ടംപോലെ രൂപം മാറാനുള്ള അനുഗ്രഹം അതും ബ്രഹ്മാവ് ചോദിക്കാതെ തന്നെ രാവണൻ്റെ തപസ്സിൻ്റെ വീര്യം കൊണ്ട് കൊടുത്തു. അനന്തരം ബ്രഹ്മാവ് കുംഭകർണന് വരം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. തുടർന്ന് സനാതനധർമ്മം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ് ദേവേന്ദ്രൻ സ്ഥാനഭ്രഷ്ടനായി, അദ്ദേഹത്തിന് സ്വർഗം നഷ്ടപ്പെട്ടു. അവസാനം ദേവതകളെല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവൻ വിഷയങ്ങളെല്ലാം കേട്ടു. എപ്പോഴും നമ്മൾ ഭാഗവതാദി കഥകളിൽ പ്രത്യേകം കേൾക്കുന്ന ചില കാര്യങ്ങളാണ് ദേവതകളെല്ലാം ചെന്ന് മറ്റ് ദേവതകളോട് പ്രാർത്ഥിക്കുന്നത്. അവിവേകം കൊണ്ടുണ്ടാകുന്ന എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്നു പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടെ പ്രാർത്ഥന കേട്ടപ്പം ത്വഷ്ടാവിൻ്റെ പുത്രനായിരിക്കുന്ന വിശ്വരൂപൻ്റെ അരികിൽ ചെല്ലാൻ ആര് പറഞ്ഞു? ബ്രഹ്മദേവൻ പറഞ്ഞു. ത്വഷ്ടാവിൻ്റെ അരികിലുള്ള വിശ്വരൂപൻ്റെ അരികിൽ ചെന്ന് വിശ്വരൂപനോട് പറയുക, യജ്ഞത്തിൻ്റെയൊക്കെ സ്വരൂപമാണ് വിശ്വരൂപൻ. അങ്ങനെ വിശ്വരൂപൻ്റെ അരികിൽ ചെല്ലാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം കേട്ട് ബ്രഹ്മപാദകമലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ദേവേന്ദ്രാദികൾ ത്വഷ്ടാവിൻ്റെ പുത്രനായിരിക്കുന്ന വിശ്വരൂപൻ്റെ അരികിൽ ചെന്നു. വിശ്വരൂപം പറഞ്ഞു, അല്ലയോ ദേവതകളെ, നിങ്ങൾ എനിക്ക് ഗുരുവാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ശരണം പ്രാപിച്ചതെന്ന് ചോദിച്ചു. മനസ്സിലായല്ലോ? അതായത് വിശ്വരൂപന് ഗുരുവായ ദേവതകൾ ശിഷ്യനായിരിക്കുന്ന വിശ്വരൂപൻ്റെ അടുകെ ചെന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ശത്രുക്കളെ ജയിക്കാനുള്ളൊരു മന്ത്രം ഉണ്ടായിരുന്നു, ആ മന്ത്രം എനിക്ക് ഉപദേശിച്ച് തരണം. ശത്രുഞ്ജയ മന്ത്രം എന്നാണ് പറയുക. അതിന് പറയുന്ന പേരാണ് ശ്രീനാരായണ കവചം. വിഷ്ണു ഭഗവാന്റെ കവചം കൂടിയാണ് ശ്രീനാരായണ, അതായത് വിഷ്ണു ഭഗവാനാകുന്ന ദേവതയാകുന്ന കവചം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രീനാരായണ കവചം എന്ന് പറയുന്ന ശത്രുഞ്ജയ മന്ത്രം, നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാറുണ്ട്. ഈ ഈ കൃതി 8-ാം അധ്യായത്തിനകത്ത് അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ദോഷങ്ങളാണ് ഒരു മനുഷ്യന് പരിഹരിക്കപ്പെടാൻ പറ്റുന്നത്.
ആ ദോഷങ്ങൾ അത്രയും പരിഹരിക്കുവാനുള്ള ഉപായങ്ങൾ ഇതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശത്രുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ ശ്രീനാരായണ കവച മന്ത്രം എനിക്ക് ഉപദേശിക്കണമെന്ന് ഇന്ദ്രദേവൻ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? വിശ്വരൂപനോട്. വിശ്വരൂപൻ ഇന്ദ്രദേവന് ശത്രുഞ്ജയ മന്ത്രത്തെ ഉപദേശിച്ചു എന്ന് ഭാഗവതം പറയുന്നു. ഉടനെ പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവനോട് ചോദിച്ചു, ഏതൊരു മന്ത്രമാണോ വിശ്വരൂപൻ ഇന്ദ്രദേവന് ഉപദേശിച്ചത് ആ മന്ത്രത്തെക്കുറിച്ച് വിശദീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നാലും അത് കേൾക്കാൻ അടിയന് വളരെ ആഗ്രഹമുണ്ട്, അത് ജപിക്കാനും ആഗ്രഹമുണ്ട്. കാര്യം എവിടെയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്ന് ജയമാണ്. സർവത്ര ജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ജീവിതം സർവത്ര പരാജയവുമാണ്. എന്തുകൊണ്ടാണ് പരാജയം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെയൊക്കെ ജയിക്കണം, എങ്ങനെ ജയിക്കണമെന്നുള്ള ശാസ്ത്ര അവബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ശാസ്ത്രങ്ങളിലൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശരിയായ വണ്ണം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതം നമുക്ക് പരാജയമാകുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഹിന്ദുവാണെന്ന് നമുക്ക് പറയാം. ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൻ്റെ പേരിൽ മാത്രമായാൽ അതിനർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പേരിൽ മാത്രമല്ല അതിൻ്റെ അർത്ഥം വേണ്ടത്. പിന്നെന്താ, എന്തൊക്കെ അറിയാനുണ്ട്, എന്തൊക്കെ അനുഷ്ഠിക്കണം, ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത്. ശ്രീനാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം അതിൻ്റെ അർത്ഥവിസ്താരവും ഒക്കെ നോക്കുമ്പോൾ പ്രതിദിനം എല്ലാവരും വീട്ടിൽ രാവിലെ ചൊല്ലേണ്ടതാണ്. ഒരു ദിവസത്തെ 6ആയി ഭാഗിച്ചുകൊണ്ട് 6 സമയങ്ങളിൽ ദേവതകൾ നമ്മളെ രക്ഷപ്പെടുത്തുന്നുള്ള സങ്കല്പമാണ് ഇതിനകത്തുള്ളത്. വളരെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഇത് ജീവിതത്തിൻ്റെ സർവതോമുഖമായ വിജയത്തിന് അഭികാമ്യമാണ് ഈ മന്ത്രജപം. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയൂന്നി ശ്രീനാരായണ കവചം ഒരുപാട് പേര് ജപിക്കുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് ഇതിനെ വായിച്ചുള്ള അറിവുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പദാനുപദ അർത്ഥത്തെക്കുറിച്ച് നിർണയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആമുഖമായിട്ട് അതെന്തൊക്കെ വേണമെന്ന് ശുകമഹർഷി ബ്രഹ്മദേവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണ നിങ്ങളൊക്കെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് അംഗന്യാസം കരന്യാസം എന്നുള്ള ചില പ്രക്രിയകൾ തന്ത്രശാസ്ത്രത്തിലുണ്ട്. അത് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് പരീക്ഷത്തിനോട് ശുകദേവന. അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് 2 മന്ത്രങ്ങൾ ഇതിനായിട്ട് പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നുണ്ട്. ഒന്ന് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു മന്ത്രം വലുത് ഒരു മന്ത്രവും ചെറുതുമാണെന്നുള്ളത് ഞാൻ ചൊല്ലിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു മന്ത്രം 8 അക്ഷരങ്ങളുള്ളതും ഒരു മന്ത്രം 12 അക്ഷരങ്ങളുള്ളതുമാണ്. അതുകൊണ്ട് ആദ്യത്തെ മന്ത്രത്തെ അഷ്ടാക്ഷരി എന്നും രണ്ടാമത്തെ മന്ത്രത്തെ ദ്വാദശാക്ഷരി എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്ന ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമ്മളെല്ലാവരും നിത്യേന കേട്ടിട്ടുള്ളതും ജപിക്കുന്നതുമാണ്. അതിനെ അഷ്ടാക്ഷരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു, ഒരുപാട് പേര് ജപിക്കുന്നു. അതിൻ്റെ പ്രയോജനങ്ങൾ, അത് ജപിക്കേണ്ട വിധങ്ങൾ ഇതിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ ഇതും എല്ലായിടവും ജപിക്കുന്നതാണ്. ഇവിടെ അംഗന്യാസ കരന്യാസങ്ങളിൽ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ ജപിക്കുവാൻ പറയുന്നത്. അപ്പോൾ നിത്യവും ഈ നാമങ്ങൾ ജപിക്കണമെന്നും ശ്രീനാരായണ കവചം എന്ന് പറയുന്ന ശത്രുഞ്ജയ മന്ത്രം എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും ത്രികാലങ്ങളിൽ ജപിക്കേണ്ടത് ഉത്തമമാണെന്നും ഭാഗവതം പറയുന്നു. അതുകൊണ്ട് അർത്ഥസഹിതം അത് ജപിക്കാനുള്ള ഒരു ഉൾക്കരുത്തോട്, ഭയമുള്ളവർക്ക് ഇത് ജപിക്കാം, ദോഷങ്ങളുള്ളവർക്ക് ജപിക്കാം, മനോബലം തീരെ ഇല്ലാത്തവർക്കാണ് ഇത് ജപിച്ച് മനോബലം ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾക്ക് സ്വബോധം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോഴാണ്. അപ്പോൾ ശ്രീനാരായണ കവച മന്ത്രം, അതായത് നമ്മുടെ ഷഷ്ഠസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലാണ് ഇത് ശുകബ്രഹ്മർഷി പരീക്ഷത്തിനായിട്ട് ഒന്നും കൂടെ വിശദീകരിച്ച് പറയുന്നതായിട്ട് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ അത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഓം നമോ നാരായണായ.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.